പ്രഡിക്ഷൻ ലിസ്റ്റ് എവിടെ? രേണുസുതി ഉണ്ടോ? ശാരികയുണ്ടോ? ഇവർ രണ്ടുപേരും ഒന്നിച്ചാണോ കയറുന്നത്? അതോ ശാരിക കയറിയിട്ട് പിന്നെ വൈൽഡ് കാർഡായിട്ട് രേണുസുതി വരികയാണോ ചെയ്യുന്നത്? അതോ ഇനി നമ്മളൊന്നും അറിയാത്ത ആൾക്കാരാണോ എന്ന് തുടങ്ങി പ്രഡിക്ഷൻ ലിസ്റ്റുകളെല്ലാം ഒരു മൂലയ്ക്ക്. പിന്നെ കുറെ പേര് വന്നിട്ട് ഇത് ഇത്തവണ സ്വർഗവും നരകവും ടാസ്ക് ആണ്, കൊട്ടാരം പോലെ ഒരു വീട് വന്ന സ്ഥിതിക്ക് ഇനി ഒരു കൊച്ച കുടില് പോലത്തെ ഒരു വീട് വരും എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വേറൊരു സൈഡില്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിന്റെ ശബ്ദം മാറി, അതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മിയെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ എല്ലാം അടിമുടി ഒരു മാറ്റമുണ്ട്. അവിടെ നമ്മൾ ബിഗ് ബോസിന്റെ ശബ്ദം മാറുമോ എന്ന് ഏഷ്യാനെറ്റ് പബ്ലിക്കായിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിടം തൊട്ട് കുറെ പേരൊക്കെ ചർച്ച ചെയ്തു. പിന്നെ കുറെ പേര് പറഞ്ഞു ഇല്ല, അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല. അത് മാത്രമല്ല, ഈ പറയുന്ന കണക്ക് ബിഗ് ബോസിന്റെ ശബ്ദം മാറുവാണെങ്കിൽ നമ്മൾ എന്തായാലും ആർക്കും വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നത്തില്ല, ആരും കാണത്തില്ല, അതുകൊണ്ട് മാറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നാള് ലാലേട്ടൻ മാറുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നു. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനും മാറി, ഒപ്പം ബിഗ് ബോസിന്റെ ശബ്ദം അടിമുടി മാറി. ശബ്ദം മാറി എന്ന് നമുക്ക് മനസ്സിലാകാത്ത തരത്തില് കുറെ അധികം ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ശബ്ദം ഒരു അല്പമൊക്കെ കുറെ ഒരുപോലെ സിമിലർ ആക്കി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ക്ലോസ് എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ആ ശബ്ദത്തിൽ കുറെ വ്യത്യാസം ഫീൽ ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഒരു ശബ്ദത്തിന് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയി എന്ന് എനിക്ക് തോന്നി. മുമ്പത്തെ കാട്ടിയും ഒരു ഗാംഭീര്യം കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാത്ത ഒരു ശബ്ദമാണ്. രണ്ടാമത്തെ കാര്യം, ലാലേട്ടൻ മാറുമോ എന്നായിരുന്നു. ലാലേട്ടൻ ഇത്തവണ മാറും. കാരണം എന്ന് വെച്ചാല് ലാലേട്ടൻ ആ പഴയ ലാലേട്ടനായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വലിയ കൊട്ടാരത്തിൽ വരുന്നതെല്ലാം നല്ല പോലെ വാഴകൃഷി നടത്താനേ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ ലാലേട്ടന്റെ വെച്ചിട്ടുള്ള പ്രൊമോ ഒക്കെ കണ്ടില്ലേ, ആ പ്രൊമോകളൊക്കെ തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ഉറപ്പ് നമുക്ക് ഈ ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, ഇന്നലത്തെ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് ലാലേട്ടനും ബിഗ് ബോസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷനകത്ത് ലാലേട്ടൻ തന്നെ കുറച്ച് ഡിമാൻഡ് ചെയ്ത് പറയുന്നത് പോലെ, അതായത് റിക്വസ്റ്റ് ചെയ്യാണ്, പക്ഷെ ഒരു ഡിമാൻഡ് പോലെ നമുക്ക് ഇന്നതൊക്കെ വേണം, നമുക്ക് ഇന്നതൊക്കെ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ബിഗ് ബോസ് അംഗീകരിക്കുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ കുമ്പസാരം ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട്. ഒരു കുമ്പസാരത്തിന് വേണ്ടിയിട്ടൊരു വലിയ മുറിയൊക്കെ അനുവദിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വന്ന സ്ഥിതിക്ക് ലാലേട്ടൻ എങ്ങനെയാണ് മാറുന്നത് എന്ന് ചോദിച്ചാൽ, ലാലേട്ടൻ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫായിട്ട്, അതായത് സ്ക്രിപ്റ്റ് ഒരു തരത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കുമല്ലോ, ആ സ്ക്രിപ്റ്റിൽ നിന്നല്ലാതെ അവിടെ വരുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ഒക്കെ ചെയ്ത് ആ ടാസ്കിൽ ആരെങ്കിലും ഒരു സേഫ് ഗെയിം കളിച്ചു എന്ന് കരുതുക. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് അവരുടെ അടുത്തൊന്നും ചോദിക്കാതെ ടാസ്ക് കളിച്ച് ഫൈറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടല്ലോ, അവരെ കൂടുതൽ വഴക്ക് പറയാൻ നിൽക്കാതെ സേഫ് ആയിട്ട് കളിച്ച ഒരു കുറച്ച് ആൾക്കാർ കാണും. അവർക്ക് ഒരു അഡീഷണൽ ടാസ്കോ പണിഷ്മെന്റോ കൊടുക്കുന്ന ലെവലിലേക്ക്, അതായത് മിണ്ടാതിരുന്ന് വെറുതെ 100 ദിവസം എണ്ണി തീർക്കുന്ന ആൾക്കാർ ഇനി വേണ്ട. എനിക്ക് ബാക്കി ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പ്രേക്ഷകർ എങ്ങനെ എടുത്താലും പ്രശ്നമല്ല. പകരം ഇതിനകത്ത് ഈ പറയുന്ന ഒന്നും ചെയ്യാതെ നല്ല പിള്ള ചമഞ്ഞ് 100 ദിവസം തികയ്ക്കുന്നവരുണ്ടല്ലോ, അവരെയാണ് പണിഷ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞ. അപ്പൊ ഓക്കെ, ഈ പറയുന്ന ഗെയിം ഒക്കെ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ളത് ലാലേട്ടൻ ഇപ്പൊ നല്ല ധാരണയുണ്ട്. അപ്പോ ബിഗ് ബോസ് ശബ്ദവും മാറിയിട്ടുണ്ട്, അതുപോലെ ലാലേട്ടനും മാറുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഒരു നിരനിരയായിട്ട് 25 പേര് വരും എന്നുള്ള ഒരു ഉറപ്പില് ഇപ്പം പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കുറച്ചുകൂടെ കൂടുതലാണ്. അതും വരുന്നത് അത്രയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായവരുടെ പേരുകളും പിന്നെ കുറെ സീരിയൽ താരങ്ങളുടെ പേരുകളുമാണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം നമുക്കത് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് 1-2 സിനിമാ നടന്മാരെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ അപ്പാനി ശരത്തിനെയൊക്കെ ഉറപ്പിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ്, അത് അവർ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ്. അതിന്റെ കൂടെ ടാസ്ക് വരെ പ്രെഡിക്റ്റ് ചെയ്യുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ടാസ്ക് എന്ന് പറയുമ്പോൾ സ്വർഗവും നരകവും ടാസ്ക് ഈ സീസണിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ എടുക്കുന്നതിന് റീസൺ എന്ന് പറയുന്നത് മറ്റ് പല ലാംഗ്വേജിലും നടക്കുന്ന ബിഗ് ബോസിന്റെ ഷോ, അതായത് തമിഴ് ആയിക്കോട്ടെ, ഹിന്ദിയൊക്കെ അതേ കണക്ക് കോപ്പി ചെയ്ത് മലയാളത്തിൽ കൊണ്ടുവരാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ആദ്യമൊക്കെ പ്രേക്ഷകര് അത് സ്വീകരിക്കുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇത് വളരെയധികം പോപ്പുലർ ആകും എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഈ മറ്റ് ലാംഗ്വേജിലെ സീസൺസ് കണ്ടിട്ടാണ് സ്വർഗവും നരകവും ടാസ്ക് ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ
നമുക്ക് സ്വന്തമായിട്ട് വീട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സ്വന്തമായിട്ട് ടാസ്ക് ഉണ്ടാവാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പ്രഡിക്ഷൻസ് ഒക്കെ അടിമുടി അടിച്ചു പൊളിച്ചുള്ള ഒരു നല്ല ടാസ്ക് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളോ? ഏതായാലും ശരി, നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ബിഗ് ബോസിന്റെ വോയിസ് മാറിയതിനെ കുറിച്ച് നിങ്ങൾ ഇനിയും ശ്രദ്ധിച്ചു നോക്കുക. ലാലേട്ടൻ മാറുമോ മാറില്ലയോ? ലാലേട്ടൻ മാറുമോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായി കാണും. ലാലേട്ടൻ മാറുക എന്ന് വെച്ചാൽ ലാലേട്ടന്റെ അട്ടിമൂട്ടി ബിഗ് ബോസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ബിഗ് ബോസിനോടും മത്സരാർത്ഥികളോടുമുള്ള ആറ്റിറ്റ്യൂഡ്, അത് മാറുമോ എന്ന് നമുക്ക് ഈ സീസണിൽ അറിയാൻ പറ്റും. പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ച് ഞാൻ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഞാൻ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റേ തരുന്നുള്ളൂ. കാരണം ഒരു എന്താ പറയാ, ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് കഴിഞ്ഞ് അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ഒരൊറ്റ പ്രഡിക്ഷൻ ലിസ്റ്റ്. അത് ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നതിൽ നിന്നൊക്കെ ഫിൽറ്റർ ചെയ്ത് ഇവരൊക്കെ വരും ഇവരൊക്കെ വരില്ല എന്നുറപ്പിക്കുന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിരിക്കും, ഡാം ഷുവർ. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും TV ചാനൽ സീരിയൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും വൈറൽ കോണ്ടന്റിനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക.